തമിഴ്നാട് ആൾക്കൂട്ട ദുരന്ത കേസിൽ തമിഴ് വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് പ്രതിയായേക്കും. വിജയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുമെന്നാണ് സൂചന. തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്തേക്കും. അതേസമയം രണ്ടാം തവണയും ചോദ്യം ചെയ്യലിനായി വിജയ് ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ഹാജരായിട്ടുണ്ട്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, ആൾക്കൂട്ട ദുരന്ത കേസിൽ വിജയെ പ്രതിയാക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ ആൾക്കൂട്ട ദുരന്ത കേസിൽ കരൂർ ആൾക്കൂട്ട ദുരന്ത കേസിൽ നേരത്തെ സാക്ഷിയായാണ് വിജയെ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ വിജയെ ഇപ്പോൾ പ്രതി ചേർക്കുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. അതായത് ഈ വിജയെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിലെ ഉദ്യോഗസ്ഥരെയും CBI ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ വിജയ്ക്കെതിരെയും ഈ പോലീസ് ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിരുന്നു. അതായത് ഈ ആൾക്കൂട്ടം സംബന്ധിച്ചുള്ള വിവരമൊന്നും കൃത്യമായി നൽകിയിരുന്നില്ല. എത്ര പേർ വരും എന്നുള്ള കാര്യമൊന്നും തങ്ങൾക്ക് നൽകിയിരുന്നില്ല എന്നുള്ളൊരു മൊഴിയാണ് ഈ തമിഴ്നാട് പോലീസ് CBIക്ക് നൽകിയത്. അത് വിജയുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള മൊഴി വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് നൽകി. ഏതായാലും അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിയാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. വിജയ്ക്കെതിരെയും അതുപോലെ തന്നെ ഈ തമിഴ്നാട് പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കുമെന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റമായിരിക്കും ചുമത്തുക എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഈ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കും. ഫെബ്രുവരി 2ാം വാരത്തോടു കൂടി തന്നെ ഈ ആൾക്കൂട്ട ദുരന്ത കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കമാണ് CBI നടത്തുന്നത്. അതിനു മുൻപായി ഇനിയും ഈ വിജയ് ഇപ്പോൾ 2 തവണ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരുത്തുന്ന നടപടികൾ ഈ ചോദ്യം ചെയ്യലിന് ശേഷവും തുടരും. കൂടുതൽ രേഖകളടക്കം പരിശോധിക്കും. അതിനുശേഷം കുറ്റപത്രം സമർപ്പിക്കും. ആ ഘട്ടത്തിൽ വിജയിയെ പ്രതി ചേർക്കുന്നതാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. വിജയ് അതുപോലെ തന്നെ തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവരും പ്രതിപട്ടികയിലേക്ക് വരും. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വിജയിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും ഡൽഹിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് 2ാം തവണയാണ് വിജയ് CBIക്ക് മുന്നിൽ എത്തുന്നത്. നേരത്തെ വിജയിയെ ചോദ്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ചില കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ 2ാമതും ചോദ്യം ചെയ്യലിനായി ഡൽഹിയിലെ CBI ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയത്. ഏതായാലും ആ ചോദ്യം ചെയ്യൽ വൈകുന്നേരത്തോടു കൂടി അവസാനിക്കുകയും ചെയ്യും. ഏതായാലും വിജയെ പ്രതി ചേർക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ശരി, വ്യക്തമാണ്. കരൂർ ആൾക്കൂട്ട ദുരന്ത കേസിൽ തമിഴ് വെട്രിക്കഴകം അധ്യക്ഷനായ വിജയ് പ്രതിയാകുമെന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. വിജയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തുമെന്നൊക്കെയാണ് സൂചന. തമിഴ്നാട് പോലീസിനെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഒക്കെ പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട്. 2ാം തവണയാണ് ചോദ്യം ചെയ്യലിനായി വിജയ് ഡൽഹിയിലെ CBI ആസ്ഥാനത്തേക്ക് ഹാജരായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്.